ഉള്ളത് പറയാലോ, പണ്ട് കാരണവന്മാർ പറയുന്നല്ലേ, ഓസി കെട്ടിയ ആസിഡും വിഴുങ്ങുമെന്ന് പറയല്ലേ. ഇത്രയും വില കുറച്ച് കിട്ടിക്കഴിഞ്ഞപ്പോൾ പിന്നെ ഞാൻ ഒന്നും നോക്കിയില്ല, വേഗം ഓർഡർ ചെയ്തു കേട്ടോ. ഇപ്രാവശ്യമാണെങ്കിൽ കൊണ്ടുവന്നത് ഒരു പെങ്കൊച്ചും കൂടിയെ. ആ കൊച്ചിനെ കൊണ്ട് അത് താങ്ങാൻ പറ്റത്തില്ലായിരുന്നു, അത്രയേറെ വെയിറ്റ് ഉണ്ട്. ഒന്നും രണ്ടും അല്ല കേട്ടോ, 5 കിലോ സാധനമാണ്. അപ്പോൾ എന്തായാലും വേണ്ടിയില്ല, ഒന്ന് ഡെക്കറേറ്റ് ചെയ്ത് എടുക്കാമല്ലോ. ഇൻഡോർ പ്ലാന്റ്സ് ഞാൻ എന്തായാലും സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു, അതിന് പറ്റി പോട്ട്സും കിട്ടിയാണ്. എന്നാൽ പിന്നെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്ത് എടുക്കാൻ നല്ല ഇങ്ങനത്തേതൊക്കെ ആകുമ്പോൾ നല്ല പെബിൾസ് അല്ലേ. അപ്പം പിന്നെ കയ്യിലിട്ട് കഴിഞ്ഞപ്പോൾ ചെറുതായിട്ടൊന്നൊരു വൈറ്റ് കളർ പോകുന്നുണ്ട്. എന്നാലും ഇതിന് വല്ല കെമിക്കലും ഉണ്ടോ എന്ന് അറിയത്തില്ല, അതുകൊണ്ട് നമുക്ക് അക്വറേറ്റിലൊന്നും ഇടാൻ പറ്റുമെന്ന് തോന്നുന്നില്ല കേട്ടോ. ഇല്ലെങ്കിൽ നമ്മൾ അതുപോലെ സെറ്റപ്പാക്കി എടുക്കണം. എന്തായാലും ഞാൻ ഈ ചേമ്പ് ഉള്ളിൽ കയറ്റി വെക്കാൻ പറ്റില്ല, കാരണം ഇതിന് വിഷാംശം ആവശ്യത്തിലേറെയുള്ള സാധനം. ഇത് നമുക്ക് പുറത്ത് വെക്കാനേ പറ്റുള്ളൂ. പിന്നെ ഏത് ഇൻഡോർ പ്ലാന്റ്സ് ആണെങ്കിലും ഉള്ളിൽ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 15 ദിവസം കൂടുമ്പോൾ പുറത്തൊന്ന് ഇറക്കി വെക്കണം, വെയിലത്തല്ല കേട്ടോ. അങ്ങനെ വെച്ചിട്ട് കയറ്റുവാണെങ്കിൽ നല്ല ഹെൽത്തി ആയിട്ട് തന്നെ ചെടി കിട്ടും. പിന്നെ ആവശ്യത്തിന് മാത്രമേ വെള്ളം ഒഴിച്ചു കൊടുക്കാവുള്ളൂ. ശരിക്കും പറയാമല്ലോ, ഈ മഴക്കാലത്ത് ചെടീനെ ഒന്ന് സംരക്ഷിച്ചെടുക്കണമെങ്കിൽ ഇച്ചിരി കഷ്ടപ്പാടാട്ടോ. എങ്ങനെയാണെങ്കിലും എൻ്റെ ബഡ് റോസയുടെയൊക്കെ ഒരു അവസ്ഥ കണ്ടോ, വളരെ ശോകം തന്നെയാണ്.